മഴ വരുമോ? ജൂണിൽ കൃത്യമായി കാലവർഷം, ശക്തമായ കാലവർഷം കിട്ടുമോ? ഇത് സംബന്ധിച്ച് വിവിധ പഠനങ്ങളും നിരീക്ഷണങ്ങളും വിശകലനങ്ങളും ചില വിമർശനങ്ങളുമൊക്കെ മുന്നിൽ വന്നിട്ടുണ്ട്. ഈ വർഷം ശക്തമായ കാലവർഷം കിട്ടും, കുറച്ച് നേരത്തെ എത്തും എന്ന് ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, അതായത് ജൂണിൽ ആരംഭിച്ച് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെയൊക്കെ നിൽക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ നേരത്തെ എത്തുമെന്നും മെയ് മാസം അവസാനത്തോടുകൂടി എത്തുമെന്നും ശക്തമായ മഴയായിരിക്കുമെന്നും യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിന്റെ പുതിയ പ്രവചനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിന്റെ പ്രവചനമാണത്. ഇതനുസരിച്ച് തെക്കേ ഇന്ത്യയിൽ നല്ല മഴ ലഭിക്കുമെന്ന് പ്രവചനത്തിൽ പറയുന്നു. 2025-ലും കേരളത്തിൽ നേരത്തെ മഴ എത്തുമെന്ന് അവർ പ്രവചിച്ചിരുന്നു. അത് ശരിയാവുകയും ചെയ്തു. ഒന്നിലധികം ഘടകങ്ങൾ മൺസൂണിന്റെ ഗതിയെ സ്വാധീനിക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. കാലാവസ്ഥാപരമായ ചില സൂചനകൾ മൺസൂൺ നേരത്തെ എത്താനുള്ള ശക്തമായ സാധ്യതയുണ്ടെന്നാണ് അവർ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ആഴ്ച പുറത്തുവിട്ട സബ് സീസൺ ചാർട്ടുകൾ പ്രകാരം ഈ 18-ന് 25-നിടയിൽ മൺസൂൺ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്താൻ സാധ്യതയുണ്ടെന്നും മെയ് 25ഓടുകൂടി കേരളത്തിലെ കാലവർഷം എത്തിയേക്കുമെന്നുമാണ് അവരുടെ റിപ്പോർട്ട് പറയുന്നത്. അന്തരീക്ഷത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ അനുഭവപ്പെട്ടില്ലെങ്കിൽ ഇതിൽ മാറ്റം വരാനുള്ള സാധ്യത കുറവാണെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇത്തവണ കാലവർഷത്തിന് കൂടുതൽ കരുത്തുണ്ടാക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. മെയ് അവസാനത്തോടെ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെടുന്ന ശക്തമായ പടിഞ്ഞാറൻ കാറ്റാണ് മൺസൂൺ നേരത്തെ ആക്കുന്നത്. ഈ കാറ്റ് ഈർപ്പമുള്ള മേഘങ്ങളെ ഇന്ത്യൻ തീരത്തേക്ക് എത്തിക്കുകയും കാലവർഷത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. കേരളം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും താപനില 40 ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. കാലവർഷം നേരത്തെ എത്തുമെന്ന ആശ്വാസ വാർത്ത വരുന്നത് കേരളത്തിൽ പല ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തന്നെയുണ്ട്. സൂര്യതാപം കാരണം കണ്ണൂരിൽ ഇന്നലെ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 2026-ലെ ചൂടിനും പിന്നിൽ 3 ആഗോള ഘടകങ്ങളുണ്ടെന്നും നിലവിൽ പസഫിക് മഹാസമുദ്രത്തിന്റെ കിഴക്കേ മേഖലയിൽ കിഴക്കൻ പസഫിക് മേഖലയിൽ താപമേറുന്ന പ്രതിഭാസമായ എൽനിനോ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ലെങ്കിലും അതിൻ്റെ സൂചനകൾ, എൽനിനോയുടെ സൂചനകൾ വരുന്നുണ്ടെന്നും അതൊരു പക്ഷേ മഴ കുറവുണ്ടാക്കിയേക്കാമെന്നൊരു മറ്റൊരു നിഗമനവുമുണ്ട്. അപ്പോൾ മഴ കൂടുതൽ കിട്ടാമെന്നൊരു നിഗമനമുണ്ട്. എൽനിനോയായി ബന്ധപ്പെടുത്തി മഴ കുറയാൻ സാധ്യതയുണ്ടെന്നൊരു വിധേയമുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മഴയെ ദുർബലമാക്കാൻ ഇത് സാധ്യതയുണ്ട്. അപ്പോൾ ഡൈപോൾ സിസ്റ്റം ഉണ്ട്, അതായത് ധ്രുവ സിസ്റ്റം, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വിധ്രുവ സിസ്റ്റവും ഉണ്ട്. ആ ഒരു വ്യവസ്ഥയുണ്ട്. അത് പടിഞ്ഞാറൻ കിഴക്കൻ ഭാഗത്തെ ചൂടിന്റെ വ്യതിയാനം അനുസരിച്ചാണ്, അല്ലെങ്കിൽ ചൂടിന്റെ വ്യത്യാസം അനുസരിച്ച്. അത് ന്യൂട്രലുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പടിഞ്ഞാറ് ഭാഗത്താണ് ചൂടെങ്കിൽ പോസിറ്റീവ്, കിഴക്ക് ഭാഗത്താണെങ്കിൽ നെഗറ്റീവ്. അത് രണ്ട് ഭാഗത്തും ഏകദേശം തുല്യമാണെങ്കിൽ ന്യൂട്രൽ. ഇങ്ങനെ 3 കണ്ടീഷനുണ്ട്. ഈ കണ്ടീഷനും കൂടെ വച്ചിട്ടാണ് കേരളത്തിൽ മഴ ലഭിക്കുന്നത്. അല്ലാതെ പസഫിക് ഓഷനിലെ സൂപ്പർ എൽനിനോ മാത്രം വെച്ചിട്ടല്ല എന്നുള്ള കാര്യവും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മഴയെ ദുർബലമാക്കും എന്നൊരു വാദവും, സൂപ്പർ എൽനിനോ വരികയാണെങ്കിൽ ദുർബലമാക്കുമെന്നൊരു നിരീക്ഷണവും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേഘരഹിതമായ ആകാശം വഴി സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിലെത്താൻ കാരണമാവുകയും ചെയ്യാം എന്നും പറയുന്നുണ്ട്. ഇത്തവണത്തെ മൺസൂൺ ദുർബലമാവുകയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്താലും അത്ഭുതമില്ല എന്നുള്ള പഠനങ്ങളും അതെല്ലാം നിരീക്ഷണങ്ങളാണ്. ഈ കാലാവസ്ഥാ വിദഗ്ധരുടെയോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരുടെയോ പരിസ്ഥിതി ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരുടെ നിഗമനങ്ങളാണ്. അങ്ങനെ കുറെ നിഗമനങ്ങളും വന്നിട്ടുണ്ട്. എന്തായാലും ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ ശക്തമായ മഴ കിട്ടും എന്ന്. ജൂൺ മാസത്തിൽ മഴ കുറഞ്ഞാലും ജൂലൈ മാസത്തിൽ ശക്തമായ മഴ കിട്ടും. അത് ഉരുൾപൊട്ടലിനോ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ പോലുള്ള കാര്യങ്ങൾക്ക് ഘടകമാകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്ന, ബാക്കി സമയത്തിൽ കഠിനമായ ചൂട് അനുഭവപ്പെടുകയും ചെയ്യുന്ന രീതിയാണ് വരാനിരിക്കുന്നതെന്നും മൺസൂണിന്റെ പ്രത്യേകതയായി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൂര്യന്റെ 11 വർഷം കൂടുമ്പോഴുള്ള ചക്രത്തിലെ സോളാർ സൈക്കിളിൽ ഏറ്റവും സജീവമായ ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നതെന്നും ഇത് തീർച്ചയായിട്ടും സൗരവികിരണങ്ങളുടെ തീവ്രത ഈ സമയത്ത് നേരിയ തോതിലെങ്കിലും വർദ്ധിക്കുന്നത് അന്തരീക്ഷ താപനിലയിൽ ബാധിക്കുന്നു. അന്തരീക്ഷത്തിന്റെ ഉയർന്ന പാളികളിൽ രൂപപ്പെടുന്ന ഉയർന്ന മർദ്ദം, ചൂടുള്ള മർദ്ദം ചൂടുവായുവിനെ ഒരു പുതപ്പ് പോലെ ഭൂമിയോട് ചേർത്ത് അമർത്തി നിർത്തുന്നതിനെ
താപമകുടം ഹീറ്റ് ഡോം എന്ന് വിളിക്കുന്നു. അപ്പൊ ഹീറ്റ് ഡോമിന്റെ സാധ്യതകളുമൊക്കെ കേരളത്തിൽ കൂടുതലാണ്. കേരളത്തിൽ പ്രാദേശികമായി ഇത്തരം പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇതിനോടകം നഗരങ്ങളിൽ കോൺക്രീറ്റ് കെട്ടിടം ടാർ കെട്ടിടങ്ങളും താപത്തെ ആഗിരണം ചെയ്യുകയും രാത്രിയിൽ പുറത്തുവിടുകയും ചെയ്യുന്ന അർബൻ ഹീറ്റ് ഐലൻഡ്സ് ഇഫക്റ്റ് അല്ലെങ്കിൽ അർബൻ ഹീറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന കാഴ്ചപ്പാടുമൊക്കെ വരുന്നുണ്ട്. താപത്തുരുത്തുകളുമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ മലകളും പുഴകളും തോടുകളും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളും വയലുകളും പിന്നെ കാടും വനവും ഈ സസ്യസമ്പത്തും എല്ലാം നശിപ്പിച്ചതിന്റെ കഥയുമുണ്ട്. സൂക്ഷ്മ കാലാവസ്ഥയുമുണ്ട്, സ്ഥൂല കാലാവസ്ഥയുമുണ്ട്. സൂക്ഷ്മ കാലാവസ്ഥയിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. സ്ഥൂല കാലാവസ്ഥയിലാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള രീതിയാണ്. ഇപ്പൊ രണ്ടും നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. എന്തു തന്നെ ആയിരുന്നാലും വളരെ ഗൗരവതരമായ കാലാവസ്ഥാ മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2004 വലിയൊരു വരൾച്ച ഇതിനു മുമ്പ് വന്ന് 2016 വന്നു. 2004 മഴയുടെ പാറ്റേണോ രീതികളോ അല്ല 2026 ആകുമ്പോൾ 10-22 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്. കുറഞ്ഞ മഴ, കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയത്തുള്ള കൂടിയ മഴ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മഴ മാറിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 2-3 വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തി പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, ഞാൻ സൂചിപ്പിച്ചതുപോലെ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളൊരു വാദം. ജൂലൈ മാസങ്ങളിൽ ജൂൺ മാസത്തിൽ മഴ കുറയാനും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മഴ കൂടാനും സാധ്യതയുണ്ടെന്നുള്ള മറ്റൊരു നിഗമനവും. പക്ഷേ എന്തായാലും IMD ഇതിനകത്ത് ആധികാരികമായി ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർ മൺസൂൺ എത്തും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ നിഗമനങ്ങൾ ഇനി വരാനിരിക്കുന്നതാണ്.